അവതരണ ശൈലിയിലും കഥയിലുമുള്ള വ്യത്യാസങ്ങൾ, നൃത്തം, സംഗീതം എന്നിവയുടെ ഉപയോഗം, ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന കാണികൾ, അവതാരങ്ങളുടെ രാഷ്ട്രീയ സാമൂഹിക ലക്ഷ്യങ്ങൾ തുടങ്ങിയവയ്ക്കനുസരിച്ച് നാടകങ്ങൾ വിവിധ തരത്തിലുണ്ട്. അവയിലൊന്നാണ് ഏകമാത്ര നാടകം അഥവാ ഏകാംഗ നാടകം. ഒരംഗം മാത്രമുള്ള നാടകങ്ങളാണ്. ഒന്നിലധികം വേഷങ്ങൾ, സ്വഭാവ ആവിഷ്കാരങ്ങൾ ഒരാൾ ഒറ്റയ്ക്ക് കൈകാര്യം ചെയ്യുന്ന ഇത്തരം നാടകങ്ങൾ 19ാം നൂറ്റാണ്ടിൽ പിറവിയെടുത്തതാണ്. തിരുവിതാംകൂർ ഗ്രാമീണ വായനശാലയുടെ വാർഷികാഘോഷം വില്ലുധ്വനി 2025 ഭാഗമായി നാടകം കലാ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന നാടകോത്സവത്തിൽ ടീം തൂലിക ഇത്തവണ എത്തിയിരിക്കുന്നത് അത്തരത്തിലൊരു ഏകമാത്ര നാടകാവിഷ്കാരവുമായാണ്. സമൂഹ മാധ്യമങ്ങൾ ജനജീവിതങ്ങളിൽ വളരെയധികം സ്വാധീനം ചെലുത്തുന്ന ഇന്നത്തെ കാലത്ത് ആളാരെന്നറിയാത്ത വ്യാജ അക്കൗണ്ടുകൾ നിരവധി പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. ഇത്തരം വ്യാജ അക്കൗണ്ടുകളുടെ പിറവിയുടെ ചില കാരണങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം. സമൂഹ മാധ്യമത്തിന്റെ ഉപയോഗം ഒരു രോഗം പോലെ ബാധിക്കപ്പെട്ട മനുഷ്യനും സമൂഹ മാധ്യമത്തിലെ വ്യാജ ഐഡിയും തമ്മിൽ അധികം ദൂരമില്ലെന്ന് ഓർമ്മപ്പെടുത്തുവാനാണ് ഞങ്ങളുടെ ശ്രമം. ഇതിലെ കഥാപാത്രങ്ങൾ തികച്ചും സാങ്കല്പികം മാത്രമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരുമായി അവയ്ക്ക് യാതൊരുവിധ ബന്ധവുമില്ല. പ്രിയപ്പെട്ട കലാസ്നേഹികളെ, ടീം തൂലിക അവതരിപ്പിക്കുന്നു വീരഭദ്രൻ ദ ഫ്രീ. രചനാ സംവിധാനം ഗിരീഷ് രാധാകൃഷ്ണൻ. അഭിനേതാവ് രഘുനന്ദനൻ. മേക്കപ്പ്, ലൈറ്റ് സജ്ജീകരണ സഹായങ്ങൾ വേണു പി നായർ. നാടകം ആരംഭിക്കുന്നു. വീരഭദ്രൻ ദ ഫ്രീ.
എന്ന് കരുതി നിങ്ങളാരും ആത്മഹത്യ ചെയ്യരുത്. പൊരുതണം, ജീവിതത്തോട് പൊരുതിക്കൊണ്ടേയിരിക്കണം. പൊരുതണം, നിങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കണം. പൊരുതണം, പൊരുതണം, പൊരുതണം. ഞാനാണ് നിങ്ങളുടെ കോസ. പേടിച്ചു പോയോ നിങ്ങൾ? ഞാൻ ചത്തുപോയത് കരുതിയോ? തോറ്റുപോകരുത് ഗൈസ്, തോറ്റുപോകരുത്. ഒരു തേന്റെയും നിങ്ങളെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിലും, ഒരു നിഴൽ പോലും നമ്മുടെ കൂടെ ഇല്ലെങ്കിലും നിങ്ങൾ വീണുപോകരുത്. ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് ചുമ്മാ തന്നെ ഹോമിച്ച് കളയാനുള്ളതാണ്. അല്ലല്ലോ, പൊരുതണം, പറ്റാവുന്നത്ര പൊരുതണം. എല്ലായിടത്തും പോസ്റ്റ് ചെയ്യാം. ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം, എല്ലായിടത്തും ഒരുമിച്ച് പോസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ വേണം ആദ്യം ഫേസ്ബുക്ക്, ഇല്ലെങ്കിൽ ചിലപ്പോ എല്ലാത്തിനും കൂടി പോസ്റ്റ് ചെയ്താൽ റീച്ച് പറഞ്ഞാൽ ആദ്യം ഫേസ്ബുക്കില്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് ഒക്കെ പിന്നെ. അല്ല, നിങ്ങൾക്ക് എന്താ എന്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്താൽ? മൊബൈലിലെ കയ്യിൽ സോഷ്യൽ മീഡിയയിൽ അക്കൗണ്ട് ഇല്ലേ? നിങ്ങൾക്കില്ലേ? എന്നിട്ട് എന്താ നിങ്ങൾ ലൈക്ക് തരാൻ? ഒരു കമന്റ് ഇടാൻ എത്രയൊക്കെ നേരം വേണം? ഒരു ലൈക്ക്, ഒരു കമന്റ്, ഒരു ഷെയർ. അല്ലെങ്കിൽ തന്നെ ഈ നാട്ടുകാർക്ക് ഇത് വല്ലതും അറിയാം. തിന്നണം, തൂറണം, പണിക്ക് പോകണം. തിന്നണം, തൂറണം, പണിക്ക് പോകണം. അതല്ലാതെ എന്തറിയാം? ഒരാഴ്ചയായി എന്റെ പോസ്റ്റുകൾക്കെല്ലാം റീച്ച് കുറഞ്ഞു വരികയാണ്. മുമ്പൊക്കെ എത്ര ലൈക്കും കമന്റ് വരുന്നു അറിയാം. ഇപ്പൊ ലൈക്കില്ല, കമന്റ് ഇല്ല, ഷെയർ ഇല്ല. ഏത് നേരം നോക്കിയാലും ഫോണില. ഇങ്ങനെ പോസ്റ്റ് ഇട്ടിട്ട് എന്ത് കിട്ടാനാ? ഇവനെ സോഷ്യൽ മീഡിയ രോഗം ബാധിച്ച് 10 പോസ്റ്റ് ഇട്ടാൽ അടുപ്പിൽ തീ കത്തൂലോ. കണ്ടോ? നിങ്ങൾ എന്തേ ഈ പോസ്റ്റ് കണ്ടത്? കഴിഞ്ഞ ആഴ്ച മണപ്പാടത്ത് ചിറപൊട്ടി എത്ര കൃഷിനാശമാണ് സംഭവിച്ചത്? ചിറപൊട്ടാൻ കാരണം എന്താ? പുഴയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ഒഴുക്ക് കൂടി. ഒഴുക്ക് കൂടിയത് എങ്ങനെയാ? തനിയെ ഒഴുക്ക് കൂടിയതാണ്? അല്ല, മുന്നറിയിപ്പില്ലാതെ ഡാമുകളെല്ലാം ഒരുമിച്ച് തുറന്നു. ഈ നാട്ടിലെ എത്ര കർഷകരുടെ കൃഷിയാണ് ഇല്ലാതായത്? ഡാം ഇപ്പൊ തുറന്നു വിടണ്ട എന്ന് പറഞ്ഞൊരുത്തരുണ്ട്, അവന് പല നഷ്ടവും വരും. വേഗം തുറന്നു വിട്ടോ പറഞ്ഞ വേറൊരുത്തരുണ്ട്,
അതിനൊക്കെ ഉത്തരവാദിയാണ് സർക്കാർ. നീതി പാലിക്കണം. അവർക്ക് ആവശ്യമായ നഷ്ടപരിഹാരം നൽകണം. അതിന് പറ്റില്ലെങ്കിൽ മുഖ്യമന്ത്രി രാജിവെക്കണം. കണ്ടോ എന്റെ സാമൂഹ്യ പ്രതിബദ്ധത കണ്ടോ? ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായപ്പോൾ ഞാൻ ഉടനെ തന്നെ പ്രതികരിച്ചു. 65K ആളുകളാണ് കണ്ടത്. എത്ര? 65,000 ആളുകളാണ് കണ്ടത്. എത്രയെത്ര കമന്റുകളായിരുന്നു, എത്രയെത്ര ഷെയറുകളായിരുന്നു, എത്ര ആയിരം ആൾക്കാരാണ്. തീർന്നില്ല. ആസിയെ ബലാത്സംഗം ചെയ്തു കൊന്നപ്പോൾ ഞാൻ എന്റെ സമൂഹ മാധ്യമങ്ങളിലെ പ്രൊഫൈൽ പിക്ചർ കറുപ്പാക്കി പ്രതിഷേധിച്ചില്ല. ഈ ഭരണകൂടത്തിന്റെ ഭീകരതയ്ക്കെതിരെ വാമൂടി കെട്ടി ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തത് എന്റെ എതിർപ്പിന്റെ സ്ഥലമായില്ലേ? നിങ്ങൾ ആരെങ്കിലും ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ പ്രതികരിക്കാറുണ്ടോ? ഉണ്ടോ? ഔ 1000 വ്യൂ കടന്നിട്ടുണ്ട്. നേരത്തെ ഇട്ടൊരു മോട്ടിവേഷണൽ ലൈവ് വീഡിയോ എത്ര പേര് കണ്ടു നോക്കിയതാ? ഇടയ്ക്കിടയ്ക്ക് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം. ആൾവേസ് പോസിറ്റീവ്. വീരഭദ്രൻ വീരഭദ്രൻ വീരഭദ്രൻ. ആരാണ് വീരഭദ്രൻ? നേരെല്ലാം ധൈര്യമെല്ലാം ധീരോ. സ്വന്തം മുഖം വെളിപ്പെടുത്താൻ പോലും ഭയപ്പെടുന്നവൻ. നായിന്റെ പോരാളാന്റെ പേര് വീരഭദ്രൻ. അത് തന്നെയാണ് എന്റെ പേര്. കഴിഞ്ഞ ആഴ്ച ഈ പഞ്ചായത്തിന്റെ മുമ്പിൽ ഒരു സമരം നടന്നില്ല. ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലേ? ഇല്ലെങ്കിൽ എന്റെ പ്രൊഫൈൽ ഒന്ന് പോയി നോക്ക്. ഞാൻ അതിന്റെ വീഡിയോ ഇട്ടിരുന്നു. കണ്ടിരുന്നില്ലേ? കണ്ടിരുന്നില്ല നിങ്ങൾ? കണ്ട് കാണും, എനിക്കറിയാം. നിങ്ങളെല്ലാം കണ്ടു. വനിതാ നേതാവിന്റെ ചന്തിക്ക് പിടിക്കണ വീഡിയോ 3 മില്യൺ ആളുകൾ കണ്ടു കഴിഞ്ഞു. എപ്പോഴും കണ്ടോണ്ടിരിക്കുക. എന്ത് ചന്തിക്ക് പിടിക്കണ വീഡിയോ? അതിന്റെ കമന്റ് ബോക്സ് ഒന്ന് പോയി നോക്കണം. എന്റെ പൊന്നോ, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കണവരെന്നെയാ. എന്തൊരു മാന്യമാ. എന്ത് സുഖമാണ് അവർക്ക് കിട്ടുന്നത്? ഇതിനെല്ലാം കേസ് കൊടുക്കണം. മുഖമില്ലാത്ത ചേട്ട. നിങ്ങൾക്ക് സമൂഹ മാധ്യമത്തിൽ അക്കൗണ്ടിൽ ഉണ്ടാകും, എനിക്കറിയാം. നിങ്ങൾക്ക് മറ്റൊരാളുടെ പോസ്റ്റിൽ പോയി തെറിവിളിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടിൽ ലൈംഗികതയെ പറ്റി ഒരു പോസ്റ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ? എന്നെ പറ്റില്ലേ? ഒന്ന് ചിന്തിക്കണം അല്ലേ? ഓ, നിങ്ങളുടെ സ്റ്റാറ്റസ് അതിനനുവദിക്കുന്ന കാര്യം
പിന്നെ അതിനെ പറ്റി പറഞ്ഞാൽ കല്ലേറ് കൊള്ളണമല്ലോ. നിങ്ങൾക്ക് മറ്റൊരാളുടെ അക്കൗണ്ടിൽ പോയി അയാളുടെ പോസ്റ്റിൽ താഴെ കമന്റ് ഇട്ട് വെറുപ്പിക്കാൻ പറ്റുമോ? പറ്റില്ലേ? പക്ഷേ വീരഭദ്രന് പറ്റും. ആർക്ക് പറ്റും? ഈ വീരഭദ്രന് പറ്റും. നമ്മുടെ സ്വന്തം നാട്ടുകാരൻ ഓട്ടോറിക്ഷ ഡ്രൈവറുമായ മുനീറിന് ബ്ലഡ് ക്യാൻസർ ആണ്. അവന്റെ അവസ്ഥ വളരെ പരിതാപകരമാണ്. ചികിത്സയ്ക്കായി വീടും സ്ഥലവും സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം വിറ്റുപറിച്ച് മുന്നോട്ടുള്ള ചികിത്സയ്ക്ക് എങ്ങനെ പണം കണ്ടെത്തുമെന്ന് അറിയാതെ വിഷമിക്കുകയാണ്. അവന് നിങ്ങളുടെ സഹായം ആവശ്യമാണ്. നന്മ പറ്റാത്ത നാട്ടുകാരെ, നിങ്ങളാൽ കഴിയുന്ന സഹായം താഴെ കാണുന്ന അക്കൗണ്ടിൽ അയച്ച് അവനെ സഹായിക്കണം. ഒരു ജീവൻ നമുക്ക് രക്ഷിക്കാം. ഇങ്ങനെ എത്ര ആളുകൾക്കാണെന്നറിയോ ഞാൻ സഹായിച്ചിരിക്കുന്നത്? എത്ര പേരൊക്കെ സഹായം ചോദിച്ചു കൊടുത്തിരിക്കുന്നറിയോ? ഒരുപാട് പേർക്ക് ഞാൻ സഹായം വാങ്ങി കൊടുത്തിട്ടുണ്ട്. പടിഞ്ഞാറേതില് സുമതിയുടെ മോൾ പഞ്ചായത്തിൽ തൂപ്പുകാരിയാണ്. പക്ഷെ പോണത് തൂപ്പിലാണോ അതോ വീരഭദ്രനൊരു സംശയം പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ ഏറ്റുപിടിച്ചത് നാട്ടുകാരാണ്. ആരാണ് അത് ഏറ്റുപിടിച്ചുകൊണ്ട് നടന്നത്? നിങ്ങളാണ്. പൊതുപ്രവർത്തകനായ PCP നേതാവിന്റെ ഭാര്യയുടെ പേരിൽ അനധികൃതമായ സ്വത്ത് സമ്പാദ്യം ഉണ്ടെന്ന് നാടാകെ പാട്ടല്ലേ. ഈ പഞ്ചായത്ത് ഭരണം JCP. പക്ഷെ ശരിക്ക് ഭരിക്കണമോ PCP. അവിയലിന് കുറച്ചുകൂടി ഉപ്പാവാം. മുഖമില്ലാത്ത നായെ, നിന്നെ ഒരിക്കൽ കയ്യിൽ കിട്ടും, ശരിയാക്കി തരാം. വീരന്റെ കൽപ്പനകൾ പലരെയും കൊള്ളിക്കുന്നുണ്ടല്ലോ. മുഖമില്ലാത്തവരെന്തും വിളിച്ചു പറയാമല്ലോ. നിങ്ങൾക്ക് തോന്നിയില്ല? സത്യമാണ്. ഒരിക്കലെങ്കിലും ഒരു തവണയെങ്കിലും ആരെയും കൂസാതെ ഒരു കമന്റ് ഇടണം, ആരെയും പേടിക്കാതെ ഉള്ളിൽ തോന്നുന്ന ഒരു സത്യം പോസ്റ്റ് ചെയ്യണം.
തോന്നിയിട്ടില്ല? നിങ്ങൾ എത്ര ഒളിച്ചു വെച്ചാലും എനിക്കതറിയാൻ പറ്റും. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും എന്നെ പോലെ ഒരു ഇരട്ട മുഖം, മറ്റാരും അറിയാതെ നിങ്ങൾ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു ഇരട്ട മുഖം. ഞാനിങ്ങനെ സമൂഹ മാധ്യമത്തിലൂടെ പ്രതികരിക്കുന്നത് ഈ നാട്ടിലെ പലർക്കും ഇഷ്ടക്കേടാവുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും എന്റെ പ്രൊഫൈലിന്റെ 1/3 റീച്ച് പോലും ഇല്ലല്ലോ. അത് അവർക്ക് അല്പം അസൂയ കാണും. അതുകൊണ്ട് തന്നെ അവർ പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് എന്റെ പോസ്റ്റുകൾ റീച്ച് കുറഞ്ഞു വരുന്നത്. അവന്മാർ റിപ്പോർട്ട് ചെയ്ത് കാണും. റീച്ച് കൂട്ടാൻ ഞാൻ 10,000 മുടക്കിയതല്ലേ. ദിവസവും എത്ര പോസ്റ്റുകളാണ്, റീലുകൾ, പോസ്റ്റുകൾ, ഫോട്ടോ, വീഡിയോ, ലൈവ്. ഒരു ദിവസം ചുരുങ്ങിയത് 20 പോസ്റ്റുകൾ കേൾപ്പല്ലേ. എന്നിട്ടോ എന്റെ കണ്ടത്തിന് റീച്ചില്ലെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഇടങ്ങളിൽ എപ്പോഴെങ്കിലും ആരുടെയെങ്കിലും ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുമ്പോൾ നിങ്ങളിൽ ആ രണ്ടാമൻ താനേ ഉണരും. നിങ്ങളുടെ പോസ്റ്റുകൾക്ക് പ്രതീക്ഷിച്ചത്ര റീച്ച് കിട്ടാതെ വരുമ്പോൾ നിങ്ങളിലെ വ്യാജൻ തീർച്ചയായും നിങ്ങളുടെ പ്രതിച്ഛായയെക്കുറിച്ച്, സമൂഹത്തിൽ നിങ്ങൾക്കുള്ള വിലയെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെട്ടു തുടങ്ങുമ്പോൾ ഉറപ്പായും നിങ്ങളിലെ മുഖമൂടിക്കാരൻ ഉണരുക തന്നെ ചെയ്യുന്നു. എന്താ എന്റെ പോസ്റ്റിലാരും കമന്റ് ചെയ്യാത്തത്? എനിക്ക് മാത്രമാണല്ലോ പ്രശ്നം. മറ്റുള്ളവർക്കെല്ലാം നല്ല റീച്ച് കിട്ടുന്നുണ്ടല്ലോ, പിന്നെ എനിക്ക് മാത്രം എന്താ? എനിക്കറിയാം എന്താ സംഭവിച്ചത്. എന്റെ പോസ്റ്റിൽ നെഗറ്റീവ് കമന്റ് ഇട്ട് പന്നികൾ റീച്ച് കുറച്ചതാണ്. എന്റെ പോസ്റ്റുകൾ റിപ്പോർട്ട് ചെയ്ത റീച്ച് ഇല്ലാതാക്കിയത് എനിക്കറിയാം. അല്ലാതെ ഇങ്ങനെ വരില്ല. എന്റെ പോസ്റ്റൊക്കെ റീച്ച് കുറയില്ല.
നിങ്ങളുടെ പ്രശ്നം എന്താ? ഫേക്ക് അക്കൗണ്ടുകളോ? അങ്ങനെയാണെങ്കിൽ ഞാനൊന്ന് ചോദിക്കാം, ഇവിടെ ഇത്രയും മുഖമില്ലാത്ത അക്കൗണ്ടുകൾ വളരാൻ കാരണം ആരാണ്? പറയ്. ഞാനാണ്. പറയ്. അതിന് കാരണം നിങ്ങൾ തന്നെയാണ്. മറ്റുള്ളവരുടെ പോസ്റ്റുകളിൽ സഭ്യമല്ലാത്ത രീതിയിൽ കമന്റ് ചെയ്യുന്ന കുറെ പേർ നിങ്ങൾ കാരണം. ഒരു സാമൂഹിക വിഷയം ചൂണ്ടിക്കാണിക്കുമ്പോൾ അയാളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നവർ, അങ്ങനെയുള്ളവരും കാരണക്കാർ. സമൂഹ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങളെ വിലയിരുത്തി അവനെ നോക്കിക്കാണുന്നവർ, സമൂഹത്തിൽ അവരെ കാണുമ്പോൾ ആ രീതിയിൽ തിരിച്ചു പെരുമാറുന്നവർ, മറ്റുള്ളവരുടെ വേദന കാണാൻ ആഗ്രഹിക്കുന്നവർ, ക്യാമ്പിൽ കഥകൾ പറഞ്ഞ് പുളകം കൊള്ളുന്നവർ, എല്ലാം കാരണക്കാരാണ്. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കണ്ടാൽ കോഴിത്തരം പറഞ്ഞിട്ട് നിന്ന കുറെ മാന്യന്മാർ അത് വേറെ. 10 മണിക്ക് ശേഷം ഒരു പെൺകുട്ടിയെ ഓൺലൈനിൽ കണ്ടാൽ പിന്നാലെ കോഴിത്തരമായി നിന്ന വേറെ കുറെ മാന്യന്മാർ. അങ്ങനെ നിങ്ങളെല്ലാം കാരണക്കാരാണ്. നിങ്ങളെല്ലാം എന്റെ പോസ്റ്റുകളിൽ കമന്റുകൾ വേണം, അക്കൗണ്ടിൽ റീച്ച് പോകണം. എന്നെ തെറി പറയുന്നവർക്ക് തക്കതായ മറുപടി കൊടുക്കണം. മുഖമില്ലാത്തവരെന്തും വിളിച്ചു പറയാമല്ലോ. മുഖമില്ലാത്തവരാരെയും ഭയപ്പെടാനല്ലോ. ഇവിടെ പ്രശ്നം ഒരു മുഖമില്ലാത്തതല്ല, ഇവിടെ പ്രശ്നം ഒരു പേരില്ലാത്തതല്ല. മുഖമില്ലാത്തവന്റെ വാക്കുകൾക്ക് നിങ്ങൾ എന്തിനു ചെവി കൊടുക്കണം? മുഖമില്ലാത്തവന്റെ ജൽപ്പനങ്ങൾക്ക് നിങ്ങൾ എന്തിന് പിന്തുണ നൽകി കൂടെ കൂടണം? ഫേക്ക് അക്കൗണ്ട്, ഫേക്ക് അക്കൗണ്ട്, വീരഭദ്രൻ, അത് തന്നെ മാർഗം. ഫേക്ക് അക്കൗണ്ട്. ഞാനും ഒരു വീരഭദ്രനെ സൃഷ്ടിക്കാൻ പോകുന്നു. ഇവിടെ ആരും യാഥാർത്ഥ്യമല്ല, എല്ലാവരും അഭിനയിക്കുകയാണ്. എല്ലാം വെറും അഭിനയമാണ്. സമൂഹ മാധ്യമങ്ങളുടെ നിരന്തരമായ ഉപയോഗം ഒരു മയക്കുമരുന്ന് പോലെ നിങ്ങളെ പിടികൂടിയിട്ടുണ്ടെങ്കിൽ സൂക്ഷിക്കണം. നിങ്ങളിൽ ഒരു വ്യാജൻ പിറവിയെടുക്കാൻ പോകുന്നു. നീ വീരഭദ്രനല്ലേ? നീ
മുട്ടനാളുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ച് ഒന്നു നിൽക്കുന്ന മുറുകന്റെ കൗശലബുദ്ധി തന്നെയാണ് ഓരോ വ്യാസ ഐഡികൾക്ക് പുറകിൽ. മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കുള്ള എത്തിനോട്ടം പോലെ യാതൊരു നിയന്ത്രണങ്ങളുമില്ലാതെ സർവസ്വതന്ത്രരായി സമൂഹ മാധ്യമങ്ങളിൽ വിഹരിക്കുന്ന ഇത്തരക്കാർ സോഷ്യൽ മീഡിയ രോഗം ബാധിച്ചവരാണ്. അവഗണനയാണ് ഇവർക്ക് നൽകാവുന്ന ഏറ്റവും മികച്ച മരുന്ന്. അവഗണനയാണ് ഇവരെ ഇല്ലാതാക്കാനുള്ള ഏറ്റവും മികച്ച മാർഗം. ഓർക്കണം, നമ്മൾ തന്നെയാണ് വീരഭദ്രന്മാരെ സൃഷ്ടിക്കുന്നത്. നമ്മൾ തന്നെയാണ് അവരെ വളർത്തി വലുതാക്കുന്നത്. കൈ പിടിക്കേ